സമയം എന്നത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിയാമായിരുന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് സമയത്തെ പാഴാക്കി കളയുന്നത്? സമയം പാഴാക്കുന്നത് ജീവിതം പാഴാക്കുന്നതിന് തുല്യമാണ് എന്ന സത്യം തിരിച്ചറിയാൻ വൈകിപ്പോയതുകൊണ്ടാകാം. ഇനിയും നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ തുടക്കം കുറിക്കൂ. നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തി നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് തിരിച്ചറിയുക. എല്ലാ വിജയങ്ങളും നേടിയെടുത്ത് ജീവിതമാകുന്ന കൊടിമുടി കീഴടക്കിയ വ്യക്തികളുടെ ജീവിതശൈലിയെ നിങ്ങൾ എപ്പോഴെങ്കിലും വീക്ഷിച്ചിട്ടുണ്ടോ? അവർ ഒരിക്കലും ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കാറില്ല. സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നവരാണ് വിജയത്തിലേക്ക് എത്തുന്നത്. വിജയത്തിലേക്കുള്ള വിശാലമായ വഴി തുറന്നു കിടക്കുമ്പോൾ ആരെയെങ്കിലും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. നല്ല സമയം വരാനായി കാത്തിരിക്കരുത്. സമയത്തെ സൃഷ്ടിക്കൂ. ഓരോ നിമിഷവും പുതിയ അവസരങ്ങളെയാണ് കൊണ്ടുവരുന്നത്. കൃത്യനിഷ്ഠയും സമയപാലനവും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അടിത്തറയാണ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മൻ എന്നല്ലേ? സമയം ആരെയും കാത്തിരിക്കില്ല. അതിനാൽ ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തുക. മാറ്റം എന്നത് മറ്റാരും കൊണ്ടുവരില്ല, നിങ്ങൾ തന്നെയാണ് തുടക്കം കുറിക്കേണ്ടത്. നിങ്ങൾ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുമ്പോൾ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നവനാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് ഇനി അവസരങ്ങൾക്കായി കാത്തു നിൽക്കാതെ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ കഥാനായകൻ അല്ലെങ്കിൽ കഥാനായിക അത് നിങ്ങൾ തന്നെയാണ്. കഴിഞ്ഞുപോയ ബാല്യകാലം അല്ലെങ്കിൽ കഴിഞ്ഞുപോയ യൗവനം അതൊന്നും ഒരിക്കലും തിരിച്ചു വരില്ല. കഴിഞ്ഞ കാലത്തെ നല്ല ഓർമ്മകളെ മാത്രം മനസ്സിൽ സൃഷ്ടിച്ചാൽ മതി. അത് മാത്രമേ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഗുണം ചെയ്യുകയുള്ളൂ. മോശമായ അല്ലെങ്കിൽ വിഷമം തോന്നുന്ന ഓർമ്മകളെ മനസ്സിൽ നിന്ന് അകറ്റിക്കളയുക. അല്ല എങ്കിൽ അത് നിങ്ങളുടെ ഭാവിയെ പ്രതിസന്ധിയിലാക്കും. പൊതുവെ എല്ലാവരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവരവരുടെ കുട്ടിക്കാലമാണ്. അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ച് കുറുമ്പ് കാണിച്ച് നടന്ന കാലം. പിന്നെ കൂട്ടുകാരോടൊപ്പം ക്ലാസ് മുറിയിലും സ്കൂൾ ഗ്രൗണ്ടിലുമൊക്കെ ചിലവഴിച്ച നല്ല നല്ല നിമിഷങ്ങൾ. അതൊക്കെ ഓർക്കുന്നത് മനസ്സിനെ റീഫ്രഷ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഇപ്പോൾ എവിടെയാണോ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്നത് ആ നിൽക്കുന്ന ഇടത്തു നിന്ന് തന്നെ അടുത്ത ഘട്ട ഉയർച്ചയിലേക്കുള്ള ശ്രമം തുടങ്ങണം. അതിനാൽ ഓരോ സെക്കൻഡും പ്രയോജനപ്പെടുത്തണം. വിജയത്തിന്റെ രഹസ്യം സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിലാണ് ഉള്ളത്. സമയനിഷ്ഠ പാലിക്കാത്തത് കാരണം പ്രതിസന്ധിയിലായ രോഹൻ എന്ന ചെറുപ്പക്കാരന്റെ കഥ വളരെ നല്ലൊരു പാഠമാണ്. രോഹൻ ഡിഗ്രി കഴിഞ്ഞ് ജോലി അന്വേഷണത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ തന്റെ കൂട്ടുകാരൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു സൂപ്പർവൈസറുടെ വാക്കൻസി ഉണ്ട് എന്നും അടുത്ത ദിവസം തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നും കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു രോഹൻ. വേറെ ആരോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നും തനിക്ക് വേണ്ടി മാനേജരോട് കൂട്ടുകാരൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും രോഹന് ഉറപ്പായിരുന്നു ഈ ജോലി തനിക്ക് തന്നെ കിട്ടും എന്ന്. രാവിലെ 9:30 തന്നെ സർട്ടിഫിക്കറ്റുമായി എത്തണമെന്നാണ് രോഹനോട് കൂട്ടുകാരൻ പറഞ്ഞിരുന്നത്. രോഹനാകട്ടെ അല്പം സൗന്ദര്യബോധം കൂടുതലുള്ള വ്യക്തിയും സമയനിഷ്ഠ തീരെ ഇല്ലാത്ത ഒരു വ്യക്തിയുമായിരുന്നു. അതിനാൽ കണ്ണാടി നോക്കിയപ്പോൾ തന്റെ മുടി ഒന്നുകൂടെ സ്റ്റൈലാക്കണം എന്ന് കരുതി സലൂണിലേക്ക് പോയി വന്നപ്പോഴേക്കും സമയം വൈകിയിരുന്നു. പിന്നെ പെട്ടെന്ന് റെഡിയായി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഓഫീസിൽ എത്തിയപ്പോൾ സമയം 10 കഴിഞ്ഞിരുന്നു. എന്നാലും ജോലി തനിക്ക് തന്നെ കിട്ടും എന്ന് ഉറപ്പിലായിരുന്നു രോഹൻ സ്ഥിരമായി ആ ഓഫീസിന്റെ ഫ്രണ്ടിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. ഇന്ന് ആ ഓഫീസിന്റെ മുന്നിൽ 2 വില കൂടിയ കാറുകൾ കിടക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു ഭയം മനസ്സിൽ തട്ടിയെങ്കിലും തന്റെ കൂട്ടുകാരൻ തന്നെ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ രോഹൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള 4-5 പേർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു രോഹൻ. അപ്പോഴേക്കും രോഹന്റെ കൂട്ടുകാരൻ ദേഷ്യത്തോടെ രോഹനെ നോക്കി ചോദിച്ചു, അല്പം കൂടി വൈകി വന്നാൽ മതിയായിരുന്നു എന്ന്. അത് കേട്ട രോഹൻ വല്ലാതെ അസ്വസ്ഥനായി. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ഇന്റർവ്യൂവിന് വേറെ ആരും ഇല്ലല്ലോ, ജോലി ഉറപ്പായും കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരല്പം വൈകിയത് എന്ന്. അപ്പോഴാണ് ഓഫീസിൽ അന്ന് രാവിലെ നടന്ന കാര്യങ്ങളെ കുറിച്ച് കൂട്ടുകാരൻ വിശദീകരിച്ചത്. രാവിലെ പെട്ടെന്നായിരുന്നു ആ ഒരു മെയിൽ വന്നത്. ഇന്ന് പരിശോധനയ്ക്കായി മേലുദ്യോഗസ്ഥർ വരുമെന്നും അതുകൊണ്ട് എല്ലാവരും പ്രസന്റ് ആയിരിക്കണമെന്നും ഒരു സീറ്റ് പോലും ഒഴിഞ്ഞുകിടക്കാൻ പാടില്ല എന്നും എല്ലാ ഒഴിവ് വാക്കൻസികളും ഫിൽ ചെയ്തിരിക്കണം എന്നൊക്കെ. ഉടൻ മാനേജർ എന്നെ വിളിക്കുകയും തന്റെ ഫ്രണ്ട് രോഹൻ ഇന്ന് വരുമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തു. വരും എന്ന് ഞാൻ ഉറപ്പു നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ഈ സംഭാഷണം ശ്രദ്ധിച്ച് മറ്റൊരു പ്രായമേറിയ സെയിൽസ്മാൻ രാഘവൻ ചേട്ടൻ മാനേജർ സാറിനോട് ചോദിച്ചു, തന്റെ മകൻ സുരേഷ് പഠനം കഴിഞ്ഞ് ജോലി അന്വേഷണത്തിലാണ്, എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാമോ എന്ന്. ഇത് കേട്ട മാനേജർ അദ്ദേഹത്തെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി അയാളെ ഇന്ന് 9:30 മുന്നേ ഓഫീസിൽ വരാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ
അപ്പോൾ എന്റെ മുഖത്തുണ്ടായ ആശങ്ക മനസ്സിലാക്കിയ മാനേജർ പറഞ്ഞു, താൻ വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. പക്ഷേ കൃത്യസമയത്ത് കൂട്ടുകാരൻ ഓഫീസിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ 9:30 കഴിഞ്ഞ് 10 മണിയായിട്ടും നിന്നെ കാണാത്തതുകൊണ്ടും മേലുദ്യോഗസ്ഥർ ഇന്ന് പരിശോധനയ്ക്ക് വരും എന്നുള്ളതുകൊണ്ടും രാഘവൻ ചേട്ടന്റെ മകൻ സുരേഷിനെ ആ വാക്കൻസിയിലേക്ക് അപ്പോയിന്റ് ചെയ്തു. നീ എന്നോട് ക്ഷമിക്ക്, ഇനി എന്തെങ്കിലും വാക്കൻസി വരികയാണെങ്കിൽ പറയാമെന്ന് കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടപ്പോൾ ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോകുന്നത് പോലെ തോന്നി രോഹൻ. എങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനല്ലേ സോറി പറയേണ്ടത്, ഞാനല്ലേ ലേറ്റായി വന്നത്, സാരമില്ല, ഇതെന്റെ മാത്രം തെറ്റാണ്. ഞാൻ സമയത്തിന്റെ വില മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരല്പം നേരത്തെ എത്തിയിരുന്നെങ്കിൽ അടുത്ത മാസം കൈ നിറയെ സാലറിയൊക്കെ വാങ്ങി കുടുംബത്തിന് താങ്ങും തണലുമാകാമായിരുന്നു. മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടി. ആ നിമിഷം മുതൽ രോഹൻ ഒരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ എല്ലാ കാര്യത്തിലും സമയനിഷ്ഠ പാലിക്കുമെന്ന്. സമയം അത് ആരെയും കാത്തിരിക്കാറില്ല. സമയത്തെ വിലമതിക്കുന്നവനെ വിജയം കാത്തിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.